കോപ്പ അമേരിക്കയും യൂറോ കപ്പും രണ്ട് ടൂർണമെൻറ്റും ഒരുമിച്ച് വന്നതിൻ്റെ ത്രില്ലിലാണ് ഇപ്പോൾ നമ്മളെല്ലാ ഫുട്ബോൾ ഫാൻസും അല്ലേ. ഓരോ സമയത്തും മത്സരങ്ങൾ, യൂറോ കപ്പ് ചില സമയത്ത് കോപ്പ അമേരിക്ക, അതായത് ഉറക്കമില്ലാത്ത രാത്രി. ഇതിനെ തൊട്ട് മുന്നേ 2020 വേൾഡ് കപ്പ് നടന്നിട്ടുണ്ടായിരുന്നു, അതും രാത്രി തന്നെ. അപ്പോൾ അങ്ങനെ തീരെ ഉറക്കമില്ലാത്ത രാത്രിയാണ് അന്ന്. ഇപ്പോൾ 2020 വേൾഡ് കപ്പ് കഴിഞ്ഞു, ഇന്ത്യ കപ്പ് കൊടുത്തു. ഇപ്പോൾ യൂറോ കപ്പാണെന്നുണ്ടെങ്കിലും കോപ്പ അമേരിക്ക ആണെങ്കിലും ഒക്കെ രാത്രിയാണ് മത്സരങ്ങൾ വരുന്നത്. അപ്പോൾ നാട്ടിലുള്ള ആളുകളും വിദേശത്തുള്ള ആളുകളൊക്കെ ഉറക്കം ഒഴിവാക്കിയിട്ട് ഓരോ മത്സരങ്ങളും ഇങ്ങനെ ത്രില്ലടിച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ന് രാവിലെ ബ്രസീലിൻ്റെ കളി കഴിഞ്ഞു, കൊളംബിനോട്ട് സമനിലയായി. അർജൻറ്റീന ലാസ്റ്റ് കളി ജയിച്ച്. ഇപ്പോൾ യൂറോ കപ്പിൽ അടിപൊളിയായിട്ടുള്ള നല്ല നല്ല ടീമുകൾ തമ്മിൽ മാറ്റുരക്കുന്നു, നല്ല നല്ല ത്രില്ലിങ് ഗെയിമുകൾ. ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കെ ഇപ്പോൾ ഓരോ വേദികളും ഓരോ ടൂർണമെൻറ്റുകളിലും അതിൻ്റെ പ്രധാനപ്പെട്ട മത്സരങ്ങളിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ്. കോപ്പ അമേരിക്കയിലും യൂറോ കപ്പിലൊക്കെ ക്വാർട്ടർ ഫൈനലിൽ ഇനിയിപ്പോൾ യൂറോ കപ്പിലാണെന്നുണ്ടെങ്കിൽ ഫ്രാൻസും അതേമാതിരി പോർച്ചുഗലൊക്കെയാണ് മത്സരം വരുന്നത്. എംബാപ്പെ, ക്രിസ്ത്യാനോ റൊണാൾഡോ, അതൊക്കെ ഒരു ഒന്നൊന്നര മത്സരമാക്കരം. അതൊക്കെ അങ്ങനെ ആലോചിക്കുമ്പോൾ തന്നെ നമ്മൾ എന്താ ചിന്തിക്കുക, എംബാപ്പെ, അതേമാതിരി ഫ്രാൻസിൻ്റെ ടീമിൻ്റെ പവർ, പ്ലെയേഴ്സിൻ്റെ പവർ, അതേമാതിരി റൊണാൾഡോ, അതേമാതിരി പോർച്ചുഗലിൻ്റെ ആ ഒരു ടീം സ്ട്രെങ്ത്ത്, ഇവർ തമ്മിൽ കോർക്കണ ആ ഒരു നിമിഷം നമ്മളിങ്ങനെ ആലോചിക്കണം. കളി കാണാൻ വെയിറ്റ് ചെയ്യാന്നൊക്കെ പറയില്ല, അത്രയും കട്ടൊക്കെ വെയിറ്റ് ചെയ്യാന്നൊക്കെ പറയില്ല എന്ന മാതിരി. അതേമാതിരി തന്നെ അപ്പുറത്ത് സ്പെയിനും ജർമ്മനിയും, അത് പിന്നെ പറയണ്ട. ഒരുപാട് താരങ്ങൾ ജർമ്മനിയിലാണെങ്കിലും സ്പെയിനിലാണെങ്കിലും ഒക്കെ നല്ല നല്ല ടീമുകൾ, നല്ല നല്ല പ്ലേയേഴ്സുമായിട്ട് തമ്മിൽ കൊമ്പ് കോർക്കുകയാണ് ക്വാർട്ടർ ഫൈനലിൽ യൂറോ കപ്പിൽ. ഏതായാലും വരും ദിവസങ്ങളിലൊക്കെ നല്ല നല്ല മത്സരങ്ങൾ ആണ് ഇനി വരുന്നത്. സ്വിറ്റ്സർലാൻഡിൻ്റെ മത്സരമുണ്ട്, ഹോളണ്ടിൻ്റെ മത്സരമുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട ടീമുകളൊക്കെ കയറി. പെറ്റലി ആണ് കുറച്ച് അതിന് പുറത്തായത് പോകുന്നുണ്ട്. പെറ്റലി മാത്രമാണ് പ്രധാനപ്പെട്ട ടീമുകളിൽ ഒന്ന്. എല്ലാം നല്ല ടീം തന്നെയാണ് യൂറോ കപ്പിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അതിൽ ഇറ്റലി മാത്രമാണ് ഇപ്പോൾ പുറത്തായിട്ടുള്ളത്. അപ്പോൾ ഏതായാലും നല്ല തീ പാറുന്ന ഒന്നൊന്നര മത്സരങ്ങൾ നമുക്കൊക്കെ ദിവസങ്ങൾക്ക് മുന്നേ തന്നെ കാണണമെന്ന് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന മത്സരങ്ങളൊക്കെ ഇനി വരാൻ പോവുകയാണ്. ജർമ്മനി, സ്പെയിൻ, പോർച്ചുഗൽ, ഫ്രാൻസ്, അതാണ് ഇപ്പോൾ എടുത്ത് പറയേണ്ട മത്സരം, ഏറ്റവും നല്ല മത്സരങ്ങൾ. നേരെ ഇങ്ങോട്ട് ഇവിടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കോപ്പ അമേരിക്കയിലാണെങ്കിലും അർജൻറ്റീനയുടെ മത്സരം വരാണ്ട്, ബ്രസീലിൻ്റെ മത്സരം ഉറുഗ്വേനോട്ടാണ്. ഇപ്പോൾ നിലവിലെ അവസ്ഥ എടുത്ത് നോക്കുകയാണെങ്കിൽ ബ്രസീലൊക്കെ എന്താ പറയുക, ഒരു കളി ജയിച്ചു. ഒരു ടീമുണ്ട് അവിടെ, എങ്ങനെ ഒരു സെറ്റപ്പ് ആയിട്ടില്ലല്ലോ ടീമും അതേമാതിരി കോച്ചും കാര്യങ്ങളൊന്നും ഒരു ലെവലാവാത്ത കണ്ടീഷനിലാണ് ബ്രസീലുള്ളത്. നെയ്മർ പരിക്കൊണ്ട് വർഷങ്ങളെന്ന് പറയണ്ട, വർഷങ്ങളെന്ന് തന്നെ പറയാം. ഇടക്കും തിരക്കും ഇതിൻ്റെ കുറച്ചുള്ള ഓരോ മത്സരങ്ങൾ ഇപ്പോൾ ഈയിടെയായിട്ട് കളിക്കണതുള്ളൂ. കൂടുതൽ സമയം പരിക്കിൻ്റെ കാരണം റെസ്റ്റിലാണ്. ഇപ്പോൾ നെയ്മർക്ക് കളിച്ചാൻ പറ്റുക, അതിൻ്റെ അഭാവം നല്ലോണം ടീമിൽ കാണുന്നുണ്ട്. നല്ലൊരു ടീം സ്ട്രെങ്ത്ത്, നല്ലൊരു കെട്ടുറപ്പ് ടീമിൽ കാണുന്നില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ബ്രസീലിൻ്റെ സൈഡിൽ ഇങ്ങനെ കാര്യങ്ങളുണ്ട്. അർജൻറ്റീന ആണെങ്കിലോ ഓരോ ലൈഫിൽ ഏറ്റവും മികച്ച ടൈമിലാണ് മെസ്സിയും കൂട്ടരും. എല്ലാ പൊസിഷനിലും നല്ല കളിക്കാർ, നല്ല കെട്ടുറപ്പ്, നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഓരോരോ പ്ലെയേഴ്സ്, ഓരോ പൊസിഷനിലും നല്ല നല്ല പ്ലെയേഴ്സ്. അങ്ങനെ ഈ ഒരു കോപ്പ അമേരിക്ക സിമ്പിളായിട്ട് എടുക്കാൻ പറ്റിയ ടീമാണ് അർജൻറ്റീന. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ രണ്ട് ടൂർണമെൻറ്റിലും കോപ്പ അമേരിക്കയിലും യൂറോ കപ്പിലൊക്കെ മികച്ച നല്ല നല്ല റൗണ്ടുകൾ മാറുമ്പോൾ നല്ല മത്സരങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. ബ്രസീൽ യൂറുഗ്വേ മത്സരമൊക്കെ ഒരു ഒന്നൊന്നര മത്സരമായിരിക്കണം കോപ്പ അമേരിക്കയിൽ. അപ്പോൾ ഏതായാലും ഫുട്ബോൾ ഫാൻസിൻ്റെ ഈ ഒരു സമയം, ഇപ്പോൾ യൂറോ കപ്പാണെങ്കിലും കോപ്പ അമേരിക്കയൊക്കെ കഴിയുമ്പോൾ ഒരുമിച്ചേക്കണം കഴിയുക. അപ്പോൾ പിന്നെ മൊത്തത്തിലൊരു കളി കജ്ജലേക്കണം. വന്നപ്പോൾ ഒരുമിച്ചാണ് വരികയും ചെയ്തു. ഒന്ന് കഴിഞ്ഞിട്ട് ഒന്നാണെന്നുണ്ടെങ്കിൽ ഫുട്ബോളൊക്കെ സ്ഥിരമായിട്ട് വായിച്ചിരുന്ന ആൾക്കാർക്ക് ഒരു സമാധാനമാണ്. ഒന്നിപ്പോൾ നമ്മൾ ജോലിക്കൊക്കെ ജോലിക്കൊക്കെ പോകുമ്പോൾ, റിസ്ക്കുകളൊക്കെ എടുത്ത് ജോലിക്ക് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ക്ഷീണം വരുമ്പോൾ നമ്മൾ ഈ ഒരു കാര്യം ആലോചിച്ചുകൊണ്ട് സമാധാനപ്പെടുന്ന ഒരുപാട് ഫുട്ബോൾ ഫാൻസ് ഉണ്ട്, ഞാൻ ഉൾപ്പെടെ. ഒന്നിപ്പോൾ പണിയേറി ചെന്നിട്ട് സമാധാനത്തോടെ നമ്മളെ വീട്ടിലിരുന്നിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ക്ലബ്ബുകളിൽ അങ്ങനെ അവിടെ എവിടെയെങ്കിലുമൊക്കെ ഇരുന്നുകൊണ്ട് ഇപ്പോൾ ഇന്നത്തെ ഈ ഒരു കളി കാണാമല്ലോ, അങ്ങനെ ആ ഒരു സമാധാനം മനസ്സിൽ വെച്ചിട്ട്, ആ ഒരു ആശ്വാസം വെച്ചുകൊണ്ട് ജോലി ചെയ്തുകൊണ്ട് സമാധാനം മനസ്സിൽ സ്വയം കണ്ടെത്തുന്ന ആളുകൾ ഒരുപാട് ഫുട്ബോൾ ഫാൻസ് ഉണ്ട്. ഞാനങ്ങനെയാണ്. അപ്പോൾ ഏതായാലും വരും ദിവസങ്ങളിലൊക്കെ തീപ്പാർന്ന മത്സരങ്ങളാണ് യൂറോ കപ്പിലൊക്കെ നടക്കാൻ പോകുന്നത്. ടീമിൻ്റെ തമ്മിൽ വരുന്ന ജർമ്മനി, സ്പെയിന് പോലുള്ള അങ്ങനെ ഓരോ ടീമുകളും പരസ്പരം പോരടിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ആ ടീമിനൊക്കെ ഈ ഒരു മത്സരം വെയിറ്റ് ചെയ്യുന്നത്, അതേമായിട്ട് തീപ്പാറും പോരാട്ടങ്ങൾ തന്നെ നമുക്കൊക്കെ കാണാൻ പറ്റട്ടെ അല്ലേ.